നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി രീതിയിൽ ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടാൻ പറ്റുന്ന ഒരു ചാറ് കറിയാണ്. സാധാരണ നമ്മൾ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ തൊലി നമ്മൾ വേസ്റ്റിലേക്ക് കളയുകയാണ്. ഇനി അത് കളയാതെ നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഒരു 300 ഗ്രാമോളം ഇതുപോലെ തണ്ണിമത്തൻ്റെ തൊലി കളഞ്ഞ് എടുത്തതാണ്. ആ ചുമന്ന ഭാഗം ഫ്രൂട്ട് മാറ്റിയിട്ട് ബാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. അധികം നേരം ഇത് വേകേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റും കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ അരയ്ക്കുന്ന അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് പറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നത്. ഇവിടെ ഇത് ഓൾമോസ്റ്റ് വേകാറായിട്ടുണ്ട്. ഇനി അരപ്പിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 8 കാഷ്യൂ നട്ട്സ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു 4 അല്ലി. ഇവിടെ തണ്ണിമത്തൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ബാക്കി വെള്ളം കൂടെ ഒരുമാതിരി പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ചിരുന്ന ആ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. തീ ഏറ്റവും സിമ്മിലേക്ക് ആക്കുകയാണ്. ഇതുപോലെ അരച്ചെടുത്തിട്ട് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതാണ്. ഇതിൽ കാഷ്യൂസും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് നല്ലൊരു രുചിയാണ്. ചപ്പാത്തിക്ക് നല്ലൊരു എക്സലൻ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് അധികം നീണ്ട ചാറല്ല. ചാറ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി. കാരണം ഇത് നമ്മൾ കാഷ്യൂസ് ഇതിൽ അരയ്ക്കുന്നത് കൊണ്ട് ഇത് കറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർക്കുകയാണ്. സാധാരണ പോലെ തന്നെ ചുമന്നുള്ളി, കറിവേപ്പില, കടുക് ഇത്രയും താളിച്ച് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും മൂടി ഒരു 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഇളക്കിയെടുക്കുക. ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ ഒത്തിരി വെജിറ്റേറിയൻ കറീസിൻ്റെ റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ സമയം പോലെ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.